നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദിവ്യകാലത്തിന്റെ വാനമ്പാടി. അത് മാത്രമല്ല, ആധുനിക കാലത്തിന്റെ സൈബർ വിശുദ്ധൻ. ദിവ്യകാലത്തിന്റെ അത്ഭുതങ്ങളുടെ വെർച്വൽ മ്യൂസിയം നിർമ്മിച്ച ന്യൂ ജനറേഷൻ ഉമ്മസാരി സ്വർഗത്തിനായുള്ള ഒറ്റമുറിയാക്കി അനുദിനം ദിവ്യീകരിക്കാവുന്ന ഈശോയുടെ ചന്ദ്രോ 15 വയസ്സിൽ കൂടെ കൂട്ടിയ യുഗ്മിയായുടെ വേദന സകലത്തിൽ സഭാതലവനും കാഴ്ചവെച്ച ഈശോയുടെ പ്രിയ കൂട്ടുകാരൻ. അതെ, ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു സ്വർഗത്തിന്റെ ഉറവിടം. ബഹുമിടുക്കനാണ്. ഞങ്ങൾ അധ്യാപകരുടെയും മറ്റു മുതിർന്നവരുടെയും വാക്കുകൾ ചോദ്യോത്തരങ്ങളില്ലാതെ ഇവൻ അനുസരിക്കും. മാത്രവുമല്ല, കൂട്ടുകാർക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്തിനും ഏതിനും ഒരു കൃത്യതയുള്ള കൊച്ചുമിടുക്കൻ. അവന്റെ സാങ്കേതിക വിദ്യകളിലുള്ള പരിജ്ഞാനം അത്ഭുതകരമാണ്. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം ഞങ്ങൾക്ക് തന്ന പ്രത്യേക സമ്മാനമാണ് ഞങ്ങളുടെ കാലം. ഇവനെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് വലിയ ആളാക്കണം. എനിക്ക് ഈശോയുടെ വലിയ ആളായ മതിയമ്മേ. If I find God, then I will find the meaning of my life. ഇതുപോലുള്ള കുട്ടികളെ ഈ ആധുനിക ലോകത്ത് കാണാൻ പോലും കിട്ടില്ല. പിണങ്ങിയിരിക്കുന്ന കുട്ടികളെ രവിതയിലാക്കാനും ലഹരിക്കടിമപ്പെട്ട കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനും ഇവൻ ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല ടീച്ചർ, മാതാപിതാക്കൾ വേർപിരിഞ്ഞ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളോടൊപ്പം ചെലവഴിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും എൻ്റെ മകന് വളരെ ഇഷ്ടമാണ്. കാർലോ, നിന്റെ ഈ സുഹൃത സമ്പന്നമായ ജീവിതത്തിന് നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താ മോനെ? വേറൊന്നുമല്ല ടീച്ചർ, മൈ ജീസസ് ഇറ്റ്സെൽഫ്. നോട്ട് സെൽഫ് ലവ്, ബട്ട് ദി ഗ്ലോറിയസ് ഗോഡ്. Eucharist is my highway എന്ന് ജീവിച്ച് കാണിച്ചവൻ. ഇന്റർനെറ്റിന്റെ മധ്യസ്ഥൻ. ഈശോയുടെ കൂടി സദാ ആയിരിക്കുക. ജീവിതത്തിൽ കുറിച്ചിട്ട പ്ലാനും പദ്ധതികളും ദിവ്യകാരുണ്യനാഥനെ ലോകത്തിന് നൽകാൻ ദേഷ്യതയോടെ ഉപയോഗിച്ചു. ഓ, അങ്ങനെയാണോ? ഇനിയുണ്ടോ കാർലയെ കുറിച്ചുള്ള വിവരണങ്ങൾ? ഉണ്ടോന്നോ? സൈബർ സൈന്യത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരുമോ? ഈശോയുടെ ദിവ്യാത്ഭുതങ്ങൾ പട്ടികപ്പെടുത്തുകയും അതിനായി ചെറിയ പ്രായത്തിൽ തന്നെ അപ്പിറ്റേസ് വെബ്സൈറ്റ് നിർമ്മിക്കുകയും ചെയ്തു. സ്കൂൾ പഠനകാലത്ത് യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ ഉപയോഗിക്കുകയും കോഡിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ആനിമേഷൻ എന്നിവ പഠിക്കുകയും വചനത്തിന്റെ പ്രചാരണത്തിനായി ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ആഹാ, എന്നിട്ട് നമ്മുടെ കൊച്ചുകാരനൊക്കെ എന്തു പറ്റി? രോഗത്തിൽ ക്രൂശിതൻ ചാരെ ചരിഞ്ഞുറങ്ങി ഉണരുന്ന നേരത്തും അവൻ തിരഞ്ഞു ദിവ്യകാ
കഠിനമാവേദനകൾക്കിടയിൽ പോലും പുഞ്ചിരി തോന്നും മകനമല്ലോ. മരണത്തെ തെല്ലും ഭയപ്പെടാതെ ദൈവപ്രേമിക്കായി സ്വയം ത്യജിച്ചു. എന്റെ വേദന നിസ്സാരമാണ്. എത്രയോ പേർ എന്നേക്കാൾ സഹിക്കുന്നു. ഐ am happy to die because I never waste a minute in my life by doing anything that is not pleasing God. മോനെ, നിനക്ക് വെറും 15 വയസ്സല്ലേ ആയുള്ളൂ. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? അവനെ സ്വർഗം നമ്മെ ഏവരെയും കാത്തിരിക്കുന്നു. അതെ, സ്വർഗം മാത്രമാണ് നമ്മുടെ ജന്മദേശം. ഞാൻ എൻ്റെ സഹനം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഇനിയും സഹിക്കണം. എന്റെ മോനെ, നിന്നെ വഹിച്ച എന്റെ ഉദരം എത്രയോ ഭാഗ്യപ്പെട്ടത്. അമ്മേ, ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവനോടെ ലോകത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നെനിക്കറിയാം. അമ്മേ, നിങ്ങൾ ആരും വിഷമിക്കരുത്. ഞാൻ ഈശോയുടെ അടുത്തേക്കല്ലേ പോകുന്നത്. ഹലോ കണ്ണു, എങ്ങനെയുണ്ട്? വളരെ സന്തോഷമാണല്ലോ ഉദുകാൻ. ഇത്ര വേദനകളുടെ നടുവിലും നിനക്ക് എങ്ങനെ ഇത് സന്തോഷമായിരിക്കാൻ കഴിയുന്നു? ഞാൻ കുരിശിൽ കിടന്ന് സഹിക്കുന്ന ഈശോയെ സ്നേഹിക്കുകയാണ് ഡോക്ടർ. കാരണം നീ ഞങ്ങളുടെ വാർഡിൽ തെളിഞ്ഞ ഒരു ധ്രുവ നക്ഷത്രമാണ്. നിന്റെ ശക്തമായ സഹാനുഭൂതിയും മറ്റുള്ളവരിലേക്ക് പകരുന്ന വിശ്വാസ സാക്ഷ്യവും എന്നെ ഏറെ സ്വാധീനിക്കുന്നു. എന്റെ ചങ്കിലെപ്പോഴും ഈശോയാണ് ഡോക്ടർ. ഈശോ മാത്രം. മോനെ, കാർലോ! ഈശോയുടെ ചങ്കരയാത്രയായി സ്വർഗീയനാഥനെ ലക്ഷ്യമാക്കി ഈ ലോകജീവിതം പൂർത്തിയാക്കി സമൃദ്ധനായവൻ യാത്രയായി. അഴുകില്ല, അഴുകാതെ വിഭജിക്കില്ല, ചന്ദമായ കാതവൻ ഭൂമിയെ, ഭൂമിക്കുള്ളിൽ ആർന്നിടാതവനെ ലോകേനാഥനെ എത്തിടുന്നു. അത്ഭുതം, അത്ഭുതം. എന്തത്ഭുതം? എന്താണ് പറയുന്നത്? അല്ല, നീ അറിഞ്ഞില്ലേ? സദയ ബ്രസീലിൽ അനിലിൻ പാൻക്രിയാസ് എന്ന രോഗത്താൽ ജന്മനാ വൈകല്യമുള്ള മാത്യൂസ് പീന എന്ന കുട്ടി കൊച്ചു കാലയുടെ മധ്യസ്ഥിതി പൂർണ്ണ സൗഖ്യമുള്ളവനായി. മാത്യൂസിന് 2 വയസ്സുള്ളപ്പോൾ സുഖപ്പെടാനാവാത്ത ജനിതക വൈകല്യമുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. നിരന്തരമായ ഛർദിയും വയറുവേദനയും കൊണ്ട് ക്ഷീണിച്ചർശനായ ബാലൻ 3-ാം വയസ്സിൽ അവസാന പരീക്ഷണം എന്നോളം ഒരു സർജറി നടത്തിയെങ്കിലും അധിക നാൾ കൂടി ജീവിക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എന്നിട്ടെന്താ, മാത്യൂസിന്റെ അമ്മ ലൂസിയാന തന്റെ മകന് വേണ്ടി കാർലോയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. മാത്രമല്ല, മറ്റൊരു അത്ഭുതം വിശ്വസിക്കാനാവാത്തത്. എന്താണത്? കാർലോയുടെ വേർപാടിൽ മക്കളില്ലാതിരുന്ന ആന്റോണിയോ ദമ്പതികൾക്ക് കാർലോയുടെ മാധ്യസ്ഥം വഴി 44-ാം വയസ്സിൽ ഇരട്ട കുട്ടികളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ടെക്നോളജിയെ വിഴുങ്ങാത്ത ഡിജിറ്റൽ യുഗത്തിലെ കൊച്ചു വിശുദ്ധൻ. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാനുള്ള തുറന്ന വാതിലായി ഇന്റർനെറ്റ് ഉപയോഗിച്ച യുവ പ്രവാസികൾ. ഒന്ന് ചോദിച്ചാൽ ഓൺലൈൻ ക്ലാസ് എന്നതിന്റെ പേരിൽ ഫോണും ടാബുമൊക്കെ കൈക്കുള്ളിലാക്കി നമ്മൾ ചെയ്യുന്നത് സുവിശേഷ പ്രഘോഷണമോ അധിക പ്രസംഗമോ? കാർലോയുടെ ഓരോ സെക്കൻഡും നികുതി തൊടുന്നതായിരുന്നു. എന്റെ ഓരോ തൊടിയിലും നികുതിയോ അതോ മറ്റെന്തെങ്കിലും. സമൂഹത്തിനും കൂടുതൽ നന്മ കൈവരുത്താൻ 8 വയസ്സ് മുതൽ ടെക്നോളജിയെ ഇഷ്ടമായി ഉപയോഗിച്ച കാർലോ ഫോണും ലാപ്ടോപ്പും ആസ്വാദനത്തിനായി ഉപയോഗിക്കുന്ന നമുക്കൊരു വെല്ലുവിളിയല്ലേ? വൈസ്ത കുർബാനയുടെ മുന്നിലെത്തി ആരാഴ്ച ശേഷം സ്കൂളിലേക്ക് പോയിരുന്ന കാർലോ സംഗീത കച്ചേരികൾക്കും വെറും വ്യർത്ഥ കാര്യങ്ങൾക്കുമായി നീണ്ട മണിക്കൂറുകൾ കാത്തിരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാത്ത നമുക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമല്ലേ? ചിത്രങ്ങൾ ആസ്വദിച്ചും ഫുട്ബോൾ കളിച്ചും സൈക്കിൾ ചവിട്ടിയും വീഡിയോകൾ നിർമ്മിച്ചും ജീൻസും ടീഷർട്ടും ധരിച്ചും ലാപ്പും ഫോണും ഉപയോഗിക്കുന്ന ന്യൂജൻ ഹിസ്റ്ററി നമുക്ക് ഇനിയും വേണം. അതിനെ